വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. വേദിയിലുള്ള സ്കൂൾ മാനേജർ MK തങ്ങൾ, PTA പ്രസിഡന്റ് ഷബീർ, സംഘം പ്രസിഡന്റ് മാനേജ്മെന്റ് സംഘം പ്രസിഡന്റ് കോയ ഹാജി, സെക്രട്ടറി ഹസൻ ഹാജി, മുഹമ്മദ് അലി മാസ്റ്റർ, മറ്റു കൗൺസിലേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയ പറഞ്ഞ സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ന് അപൂർവമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഒരു സ്കൂളിൽ നിന്ന് 5 അധ്യാപകർ ഒന്നിച്ച് പടിയിറങ്ങി പോകുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപകർ, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ, മറ്റു ജനപ്രതിനിധികൾ, നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള കൗൺസിലർ, മറ്റ് എല്ലാ ഗസ്റ്റുകളും, നമ്മുടെ സ്ഥല MLA മജീദ് സാർ കടന്നു വരുന്നുണ്ട്. വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ ഉയർച്ചയിലേക്ക് വരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ ഉള്ളണം AMUP സ്കൂൾ. 10,000-ലധികം കുട്ടികൾ അവരുടെ ആദ്യ അക്ഷരം പഠിച്ച നമ്മുടെ സ്കൂളിൽ അതിൽ നിന്നും പലരും പല ഉന്നതങ്ങളിലും എത്തിയവരുണ്ട്. സമൂഹത്തിൽ വ്യത്യസ്ത മേഖലയിൽ വളരെ ഉന്നത ജോലികളിലുള്ളവരുണ്ട്. ഇവരെല്ലാം തുടക്കം കുറിച്ചത് ആദ്യാക്ഷരം പഠിച്ചതും നമ്മുടെ സ്കൂൾ മുറ്റത്തു നിന്നായിരുന്നു. അത് നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏകദേശം 105 വർഷത്തോളമായി ഈ മുണ്ടേങ്ങാവിനോട് ചേർന്ന് നമ്മുടെ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നു. ഓരോ കുട്ടികളെയും അവരുടെ പേരൻസ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. നാട്ടിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങളുണ്ടായിട്ടും 1400-1500ഓളം കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് പൊതുവിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുത്തത് നമുക്ക് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഉള്ളാണത്തേര് എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ വന്നപ്പോൾ മുതൽ നമ്മളോട് ഏറ്റവും സ്നേഹത്തിൽ, ഞങ്ങൾ ഈ PTA കമ്മിറ്റി കയറിയത് മുതൽ ഏറ്റവും സ്നേഹത്തിൽ, ഏറ്റവും എല്ലാ സഹകരണത്തോടും PTA കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അധ്യാപകരായാലും നമ്മളെ ഒരുപാട് അധ്യാപകരുണ്ട്. നജീബ് സാർ, നാസർ മാഷ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാവരും സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഇനിയൊരു കമ്മിറ്റി വരുമ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്കൂൾ ഒരുപാട് ഉന്നതിയിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ഈ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷവും അതുപോലെ ഇവിടെ നിന്ന് യാത്രയാകുന്ന ടീച്ചർമാർക്കുള്ള യാത്രയാത്രികളുടെ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ അധ്യക്ഷത വഹിക്കുന്ന ഷബീർ PTA പ്രസിഡന്റ്, വേദിയിലുള്ള കരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ, ഇവിടെ നിന്ന് തിരിയുന്ന അബ്ദുൽ മാസ്റ്റർ, ദീന, മറിയം, മനോജ് കുമാർ, നദീറ, കൗൺസിലർമാരായിട്ടുള്ള അക്ഷിത ടീച്ചർ, അസീബ റൌഫ്, റംലത്ത് അമാനുള്ള, ഫസുൽ ഫാരിസ, ഇസ്സാഖ് നെല്ലേടത്ത്, ബിന്ദു AEO പരപ്പനങ്ങാടി, കോയാജി, അസനാജി, KK മുഹമ്മദ് മാസ്റ്റർ, നൗഫൽ AT, നജീബ്, ഷൗക്കത്ത് അലി, നാസർ, മറ്റു വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ,
സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പിരിഞ്ഞു പോകുന്ന അധ്യാപകന്മാരാണെങ്കിലും അധ്യാപകന്മാരെയും നല്ല ആരോഗ്യത്തോടു കൂടിയാണ് അവർ ചെയ്യാൻ വലിയ രോഗങ്ങളില്ലാത്ത രീതിയിൽ ഭാവിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആരോഗ്യത്തോടുള്ള സമയത്ത് തന്നെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. സ്വാഭാവികമായും ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ, ആതുര പ്രവർത്തനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളുടെ ഒരു കാലത്ത് അവർക്ക് അവരുടേതായ ജീവിതം സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ രീതിയിൽ ചിന്ത ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഭാവി ജീവിതം ശോഭനമായി കൊടുക്കട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തിരൂരങ്ങാടി MLA KPM മജീദ് അവർ, ഈ പരിപാടി സ്വാഗതം പറഞ്ഞ മെറീന ടീച്ചർ, അധ്യക്ഷം വഹിച്ച ഷബീർ, കെ അബ്ദുൽ കരീം, ശ്രീമതി ബീന ടീച്ചർ, ശ്രീമതി മറിയം, മനോജ് കുമാർ, നദീറ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അഷിത ടീച്ചർ, ഹസീബ റൌഫ്, റംലത്ത് അമാനുള്ള, ഫസലുൽ ഫാരിസ, ഇസ്ഹാഖ്, മറ്റ് കോയ ഹാജി, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ വലിയൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികവും അതോടൊപ്പം 5 അധ്യാപകരോട് നമ്മുടെ ഇതിൽ നിന്ന് വിട പറയുകയാണ്. ഒരുപക്ഷെ കുട്ടികൾക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും അധ്യാപകർക്ക് അതൊരു നോവുന്നൊരു വേദനയാണ്. ഇവിടെ നിന്ന് വിട പറയുന്ന അധ്യാപകർക്ക് ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്നും തുടർന്നുള്ള ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കാലമേറെയായിട്ടും ലോപമേശാത്ത സൗഹൃദത്തിൻ്റെ കമനീയതയാണ് കരീം മാസ്റ്റർ. ഔദ്യോഗികാധികാരങ്ങളുടെ ഗിരിമയിലും അദ്ദേഹം സ്നേഹബന്ധങ്ങളെ ചേർത്തു നിർത്തി. സരസതയും സൗമനസ്യവും കൊണ്ട് കരീം സാർ ചിതലരിക്കാത്ത ചങ്ങാത്തത്തിൻ്റെ കൊട്ടാരം പണിതു. കൗമാരത്തിൻ്റെ കൗതുകങ്ങൾ മാറും മുമ്പേ അധ്യാപകൻ്റെ കുപ്പായമണിയേണ്ടി വന്നു കരീം മാഷിന്. ഗണിതശാസ്ത്രത്തിലെ കുരുക്കുകളടിച്ച് തൻ്റെ വിദ്യാർത്ഥികൾക്ക് പഠനം ലളിതമാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം പാഠവം കാണിച്ചു. സർഗാത്മക സമീപനവും സരസഭാഷണങ്ങൾ കൊണ്ടും പ്രഥമ കാഴ്ചയിൽ തന്നെ അപരീതരെ പോലും കരീം മാസ്റ്റർ തന്നിലേക്ക് ആകർഷിച്ചു. തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന 3 വ്യാഴവട്ടങ്ങൾ അസ്തമിക്കുകയാണ്. പ്രിയപ്പെട്ട കരീം മാസ്റ്റർക്ക് സ്നേഹാശംസകൾ. വേദിയിലുള്ള യോഗാധ്യക്ഷൻ, പ്രിയ സുഹൃത്തെ PTA പ്രസിഡന്റ് ശ്രീ ഷബീർ,
നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോകുന്ന MLA നജീബ് സാഹിബ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, കൗൺസിലേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ, കമ്മിറ്റി മെമ്പർമാർ, എൻ്റെ കൂടെ പിരിയുന്ന പ്രിയ സഹപ്രവർത്തകർ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സഹപ്രവർത്തകർ, വളരെ സന്തോഷം. താങ്ക് ഗോഡ്, അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്തുതി. ദീർഘകാലം ഈ സ്ഥാപനത്തിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. 1989 ഈ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. ഒരു അധ്യാപകനാവണം എന്നുള്ളത് ഒരിക്കലും എൻ്റെ മോഹമായിരുന്നില്ല. പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഇങ്ങനെ കറങ്ങി നടക്കണം എന്നൊക്കെയായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്. PSMO കോളേജിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും. എൻ്റെ ജ്യേഷ്ഠന് PG ഒക്കെ കഴിഞ്ഞ് കോളേജിൽ ഇങ്ങനെ നടക്കുന്ന കാലം MCOMകാരനായ ജ്യേഷ്ഠനെ ഒന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്നോട് അധ്യാപക പരിശീലന കോഴ്സിന് പോകാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ പോകില്ല, എനിക്കൊരു BCOMകാരനെങ്കിലും ആവണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചു, അധ്യാപക പരിശീലന കോഴ്സിന് പോയേ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ അധ്യാപന പരിശീലനം പൂർത്തിയാക്കിയത്. ചെറുപ്പകാലം വളരെ പ്രയാസകരമായ കാലമായിരുന്നു. ഉപ്പയെ ഞാൻ കണ്ടിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ജ്യേഷ്ഠനാണ് പിന്നീട് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. എല്ലാവർക്കും പരിചയമുള്ളതാണ്, മാനേജറുടെ കൂടെ ഒക്കെ സുഹൃത്താണ്. പിന്നീട് പഠനമൊക്കെ പൂർത്തിയാക്കി മദ്രാസ് എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു ജ്യേഷ്ഠൻ്റെ സ്ഥാപനം. എങ്ങനെയെങ്കിലും മദ്രാസിലെത്തണമൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ മോഹം. കോഴ്സ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാൻ മദ്രാസിലേക്ക് ട്രെയിൻ കയറി. മദ്രാസിലെത്തിയിട്ട് അവിടെ വേറെ ഒരു കോഴ്സിന് പോയി ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ആ കോഴ്സിന് തീരുമാനിച്ചപ്പോൾ എന്നെ DTCക്ക് പറഞ്ഞയച്ച മറ്റേ ജ്യേഷ്ഠൻ നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ, അവനങ്ങനെ ആ കോഴ്സിനൊന്നും പറഞ്ഞേക്കണ്ട, നമ്മുടെ റസാഖ് മാഷ് ഉള്ളണ മദ്രസയിൽ പോകുന്നുണ്ട്, അവിടെ ഉള്ളണത്തെ സ്കൂളിൽ 3 പോസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവനെ ഉടൻ തന്നെ നമുക്ക് ഉള്ളണത്തുള്ള സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിപ്പിക്കണം. ഏതായാലും കോഴ്സ് പൂർത്തിയാക്കിയ വ്യക്തിയല്ലേ, മറ്റു കോഴ്സിനൊന്നും തൽക്കാലം പറഞ്ഞേക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നീട് മദ്രാസിലുള്ള കോഴ്സ് ഒഴിവാക്കി നാട്ടിലുള്ള ഈ ഉള്ളണം പ്രദേശത്തുള്ള ഇവിടുത്തെ അധ്യാപന ജോലിയിൽ ചേരാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ അധ്യാപന ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള തീരുമാനം ദൈവം തമ്പുരാനും എൻ്റെ കുടുംബാംഗങ്ങളും ഇവിടുത്തെ കമ്മിറ്റിയും ഒക്കെ ഏറ്റെടുത്തതിനാൽ ഞാൻ ആ ജോലി സ്വീകരിക്കേണ്ടത്. പിന്നീടാണ് റിസൾട്ട് വന്നതും മറ്റു കാര്യങ്ങളൊക്കെ പോയി. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളടത്തേക്ക് വരുന്നത് തന്നെ. അതിനു മുമ്പ് 1989 മുമ്പ് ഞാൻ ഉള്ളടം എന്ന പ്രദേശം ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങോട്ട് വന്നിട്ടുമില്ല. ജോലി മദ്രാസിൽ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ജോലി കയറുന്നതിന് ഒരു ദിവസം ഉള്ളടം കാണാൻ വേണ്ടി വന്നു. പുത്തരിക്കൽ നിന്ന് അവിടെ ബസ് ഇറങ്ങി തൂങ്ങി ഒരു ജീപ്പും ട്രക്കറും ഒക്കെ ആയിട്ട് വാഹനങ്ങൾ മാത്രം ഇടയ്ക്കിടക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, ബസ്സൊന്നും ഇല്ല. ഓട്ടോറിക്ഷകളൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷകൾ. എങ്ങനെയൊക്കെ ജീപ്പിൽ കയറി പറ്റി ഉള്ളണം എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്ന് ഡ്രൈവറോട് ചോദിച്ചു. ഇവിടെ ഇറങ്ങി ഈ സ്കൂളും പരിസരം, അന്ന് മദ്രസയിൽ വന്നാണ് റസാഖ് മാഷ കണ്ടത്. സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് കണ്ട് പോയി. ജൂലൈ 20 ഓർമ്മ ശരിയാണെങ്കിൽ 1989 ജൂലൈ 29 ആദ്യമായി സ്കൂളിൽ വരുന്നത്. അന്നത്തെ മാനേജറായിരുന്നു ബഹുമാനായ കോയ ഹാജി ആണ് മാനേജർ. അദ്ദേഹമാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ സൈൻ ചെയ്തത്. മാനേജർ കോയ ഹാജി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ, മാനേജറുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് നിർവഹിച്ചിരുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് അലി മാഷായിരുന്നു. മുഹമ്മദ് അലി മാഷിൻ്റെ കയ്യിൽ എപ്പോൾ നടക്കുമ്പോൾ ഒരു വലിയൊരു കിട്ട് ഫയലുണ്ടായിരുന്നു. ആ ഫയലിൽ പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന അധ്യാപകരുടെയും മറ്റ് സ്കൂൾ സംബന്ധമായ കാര്യങ്ങളൊക്കെ മുഹമ്മദ് അലി മാഷ് അന്ന് കൈകാര്യം ചെയ്തിരുന്നു. ഇവിടുത്തെ അധ്യാപകനുമായിരുന്നു മുഹമ്മദ് അലി മാഷ്. ഏതായാലും അന്ന് നാരായണ മാഷായിരുന്നു ഇവിടെ HM. സ്കൂളിൽ വന്ന് 1ാം ക്ലാസ്, 1 B ക്ലാസ് ആണ് കിട്ടിയത്. നമ്മളെ ഈ ബാത്റൂം നിൽക്കുന്ന ഭാഗത്ത് പഴയ ഒരു കെട്ടിടം, പിന്നെ നമ്മൾ പ്രീ പ്രൈമറി ഉള്ള ഭാഗത്ത് വേറൊരു കെട്ടിടം, അതേപോലെ ഈ ഭാഗത്ത് ഒരു U ഷേപ്പിലുള്ള ഒരു ചെറിയ കെട്ടിടം, പിന്നെ പുതിയതായിട്ട് നമ്മൾ ആ ഭാഗത്ത് പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിടത്തിലേക്ക് പുതിയ ക്ലാസ് റൂമിലേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഭാഗത്ത് ശശിമാഷും മറ്റൊരു ഭാഗത്ത് വർഗീസ് മാഷുമായിരുന്നു ക്ലാസ് അധ്യാപകർ. അവര്
എങ്ങനെയൊക്കെയാണ് അധ്യാപനമെന്നും കുട്ടികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തില്ല. എനിക്കാണെങ്കിൽ യാതൊരു പരിചയമില്ലെന്ന് മാത്രമല്ല താല്പര്യമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, യാതൊരു താല്പര്യമില്ലാതെ ഞാനിതിന് വരുന്നത്. ഒന്ന് ആദ്യത്തെ ദിവസത്തിന് വീട്ടിൽ പോയി ഞാൻ കരയാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇങ്ങനെ അവിടെ പോവാൻ ഇത് പ്രയാസമാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠനോട് ഈ കോഴ്സിന് പറഞ്ഞ ജ്യേഷ്ഠൻ പറഞ്ഞത് ഒരു പെട്ടെന്ന് തന്നെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് PG ഒക്കെ എടുത്ത് ഉയർന്ന തലങ്ങളിലേക്കൊക്കെ പോവാമെന്നാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡിഗ്രി ഒക്കെ പോയി രജിസ്റ്റർ ചെയ്തു. പക്ഷേ വെറും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഞാൻ ഉള്ളണത്തെ അങ്ങോട്ട് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക. പിന്നീട് ഞാൻ ഉള്ളണം എന്ന് പറയുന്ന പ്രദേശം വിട്ട് പോയിട്ടേ ഇല്ല. അതാണ് എൻ്റെ സത്യം. 15 കാഷ്വൽ ലീവും 10ഓളം XPL ഒക്കെയുള്ള എൻ്റെ സർവീസ് ബുക്കിൽ ഇപ്പോൾ ലീവുകൾ കിടക്കുകയാണ്. ഈ 36 വർഷവും 8 മാസവും ഞാൻ സർവീസിലുണ്ടെങ്കിലും ഒരു വർഷം പോലും ഞാൻ 15 ലീവ് എടുത്ത് പൂർത്തിയാക്കി വീട്ടിലിരുന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും എൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സുഹൃത്തുക്കളുമായിട്ട് കൂടുതലോ യാത്രകൾ ഞാൻ ഒരു കുറവ് വരുത്തിയിട്ടില്ല. സ്കൂളിലെ കുട്ടികളുടെ കൂടെയും അധ്യാപകരുടെ കൂടെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ഉള്ളണമെന്ന് പറയുന്ന ആ പ്രദേശത്തെ ഞാൻ അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കുകയും പിന്നീട് അങ്ങനെ ഇവിടുത്തെ കുട്ടികളുമായും ഇവിടുത്തെ നാട്ടുകാരുമായും ഇവിടുത്തെ അധ്യാപകരുമായും ഒക്കെ വളരെ വളരെ സൗഹാർദ്ദത്തിൽ മാത്രമായി അങ്ങനെ മുന്നോട്ട് പോയി. വളരെ ഹാപ്പി. അന്നത്തെ ശമ്പളം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ശമ്പളമാണ്. സ്കെയിലൊന്നും ഇങ്ങനെയല്ല. ഞാൻ അവിടുന്ന് കൊണ്ടുള്ള യാത്ര തന്നെ പ്രയാസകരമായ യാത്ര. പുത്തരിക്കൽ നിന്ന് ബസ്സില്ലാത്ത യാത്ര. ജീപ്പിന്റെ പുറകിലൊക്കെ ആ വരുത്തം കണ്ടാൽ അന്ന് ഫോട്ടോയും ക്യാമറയും ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ആ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചാൽ അതൊരു കാഴ്ച തന്നെയായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത് കണ്ടാൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിശയപ്പെട്ടേക്കാം. എത്രയും പ്രയാസകരമായ യാത്രയൊക്കെയായിരുന്നു. ഏതായാലും അങ്ങനെ അധ്യാപന ജീവിതത്തിൽ അങ്ങനെ പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നാരായണ മാഷ് റിട്ടയർ. പിന്നെ ശശിമാഷ കാലഘട്ടമായിരുന്നു. 1991 മുതൽ 2007 വരെ. ഈ 2007 വരെയുള്ള കാലഘട്ടവും പരിപൂർണമായിട്ടും ശശിമാഷയുടെ കൂടെ, HMന്റെ കൂടെ തന്നെ. അവർക്ക് എന്താ പറയുക, ഒരിക്കലും ഒരാളോടും ആ സൗഹൃദമോ രോഗ്യമോ ഒന്നും തെറ്റാതെ വളരെ വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരോടും ചിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്, ഒരു സ്വഭാവമാണ്. എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. വീട്ടിലും ഞാൻ അതുപോലെ തന്നെയാണ് ഇടപെടുന്ന പെരുമാറും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരും. എന്തെങ്കിലും ദേഷ്യം പിടിച്ചാൽ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്ന ഒരു പ്രകൃതമാണ്. സ്കൂളിലും അങ്ങനെ തന്നെ. HM ആയപ്പോഴും അങ്ങനെ ആയി മാറി. ഒരു പക്ഷേ HM എന്നുള്ള സ്ഥാനത്തിന് പറ്റിയ പരിപാടി അല്ല അതെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പറ്റാത്ത ഒരു കാര്യമാണ്. വളരെ സ്ട്രോങ് ആയി മറ്റുള്ളവരോട് ഇടപെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോട് ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ജോലി ചെയ്തു. നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്ത പോലെ ആദ്യത്തെ ക്ലാസ് 1 B ക്ലാസ് ആയിരുന്നു, രണ്ടാമത് 3ാം ക്ലാസ്സിലായിരുന്നു. പിന്നീട് ശശിമാഷ് വന്നത് മുതൽ പിന്നീട് മുഴുവൻ ക്ലാസ്സുകളും UP തന്നെയായിരുന്നു. 5, 6, 7 ഒക്കെ ക്ലാസ് ചാർജ് എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു. പക്ഷെ ഒരു 3-4 വർഷം കഴിഞ്ഞ പിന്നെ മാത്സിലേക്ക്, ഗണിതത്തിലേക്ക് മാത്രമായി താല്പര്യം. ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നതിലൂടെ അതിൽ കുട്ടികളെ പിന്നെ മേളകൾക്കും മറ്റൊക്കെ പങ്കെടുപ്പിക്കുന്നതിലൂടെ ഞാനും ബാബു മാഷും അരവിന്ദ മാഷൊക്കെ അവിടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഒരുമിച്ച്, വിജയ മാഷും അസീസ് മാഷൊക്കെ ഒരുപാട് കാലം ഒരുമിച്ച് ഇങ്ങനെ പല പരിപാടികൾക്കും പോയ ഒരു കാലഘട്ടമായിരുന്നു. സന്തോഷമായിരുന്നു. യാത്രകൾക്കൊക്കെ വളരെ 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 നല്ല രൂപത്തിലാണ് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. ശശിമാഷ് ഭാഗത്ത് നിന്ന് അതിന് പരിപൂർണമായ സപ്പോർട്ടുമായിരുന്നു. ഒരിക്കലും മാഷ് എന്തെങ്കിലും ഒരു തടസ്സം നിൽക്കേണ്ടതായി വന്നിട്ടില്ല. മാഷോട് അങ്ങനെ എതിർത്ത് സംസാരിക്കേണ്ടതായിരുന്നില്ല. പല സമയത്തും HM എന്ന് പറയുമ്പോൾ ആ സ്ഥാനം എന്ന് പറയുന്ന ഒരു മുൾക്കിരീടമാണ്. ആ മുൾക്കിരീടമായ ശശിമാഷ് HM സമയത്ത് പോലും മാഷോട് എതിർത്ത് പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എതിർത്ത് പറയേണ്ട സാഹചര്യം ഉള്ളപ്പോഴായാലും അവിടെ ചിരിച്ചുകൊണ്ട് എന്താണോ അവിടെ നമുക്ക് സാധ്യമായത് ആ സാധ്യതയിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു പ്രകൃതമാണ് തീർച്ചയായിട്ടും എന്നിലുണ്ടായിരുന്നത്. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും കുട്ടികളോടും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ പറ്റില്ല. ഇത് പറഞ്ഞാൽ കുട്ടികളെ അടിച്ചിട്ടില്ല എന്നോ നുള്ളിയിട്ടില്ല എന്നൊന്നുമല്ല. കുട്ടികളൊക്കെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മക്കളാണ് ഇവിടെ പലരുള്ളത്. ഞാൻ പഠിപ്പിച്ച അന്ന് വിട്ട പല കുട്ടിപ്പൻ്റെ പേരക്കുട്ടികളുടെ സ്ഥാനത്തുള്ള മക്കളെയാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള സ്ഥാനത്ത്. 37 വർഷം എന്ന് പറഞ്ഞ ജില്ലാ കാലമല്ല. എൻ്റെ യുവത്വം 20 വയസ്സ് തികഞ്ഞു. എൻ്റെ ചെറിയ മോന് ഇപ്പോൾ 19 വയസ്സ് കഴിഞ്ഞു. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഉള്ള സ്കൂളിൽ അധ്യാപന ജോലിയിൽ വന്ന് ഇവിടെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ കൂടെ എല്ലാ ഭാഗത്തും എല്ലാ മൂക്കും മൂലയിലും മുഴുവൻ ഞാൻ ഉള്ളണത്ത് നടക്കുകയായിരുന്നു. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് ഉണ്ടേങ്കാവിലുള്ള ചെറിയൊരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ റൂമൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, കരുണാര മാഷും ജയമാഷൊക്കെ അവരിവിടെ താമസിക്കുന്നവരായിരുന്നു.
അവരുടെ കൂടെ ആ റൂമിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനും അത് കഴിഞ്ഞ് കളികളും പലതരത്തിലുള്ള കളികളും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ കാലം വളരെ 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 പെട്ടെന്നാണ് മുന്നോട്ട് പോയത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 37 വർഷം എങ്ങനെ പോയി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഇത് പോയോ? ശശിമാഷ് റിട്ടയർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയും എനിക്ക് 18-19 വർഷമുണ്ടല്ലോ, ആ 19 വർഷമാണ് ഓടി ഓടിപ്പോയത്. എത്രയോ പെട്ടെന്ന് ഇങ്ങനെയായിരിക്കും ഇനിയും കാലം. സെക്കൻഡ് സൂചി പഴയ പോലെ തന്നെ സഞ്ചരിക്കുന്നുള്ളൂ, ഒരു മാറ്റവും അതില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെയും ജീവിതത്തിന്റെ പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ മാറി മാറി വരുമ്പോൾ, നമ്മുടെ തിരക്കുകളിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാലം വളരെ പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നുകയാണ്. കാലം പഴയ പോലത്തെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ സന്തോഷത്തോടെ പോയി. 2007 മുതൽ ശശിമാഷുടെ റിട്ടയർമെന്റിന് ശേഷം അബൂബക്കർ മാഷ് ആയിരുന്നു എച്ചം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നിന്ന് മറ്റൊരു ശൈലിയാണ്. അബൂബക്കർ മാഷ് ഉള്ളടത്തുകാരൻ്റെ, ശശിമാഷ് ഉള്ളടത്തുകാരൻ്റെ ആയിരുന്നു. അബൂബക്കർ മാഷ് ഫുൾ ടൈം സ്കൂളിലാണ്. ഒരു നേരം പോലും അബൂബക്കർ മാഷ് സ്കൂളിലല്ലാത്ത ഒരു രീതി ഉണ്ടായിരുന്നില്ല. അബൂബക്കർ മാഷ് എപ്പോഴും ചില സമയത്തൊക്കെ അബൂബക്കർ മാഷ് രാത്രി പാതിരാക്ക് പോലും ഇവിടെയുള്ള പല അധ്യാപകരെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് അവർ ഭാര്യമാരോട് പറയും, ഒന്ന് സ്കൂളിലേക്ക് ലാൻഡ് ഫോണിൽ വിളിച്ചു നോക്കിയാൽ രാത്രി 10 മണിയാണെങ്കിലും അബൂബക്കർ മാഷ് വിളിച്ച ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അബൂബക്കർ മാഷ്. ആ തരത്തിലുള്ള അബൂബക്കർ മാഷുടെ കീഴിലാണ് പിന്നീട് 12 വർഷം ജോലി ചെയ്തത്. 2007 മുതൽ 2019 വരെ അബൂബക്കർ മാഷ് ആയിരുന്നു വെച്ചത്. ഏതായാലും അദ്ദേഹത്തിന്റെ കീഴിലും സന്തോഷത്തോടു കൂടി തന്നെയാണ് ജോലി ചെയ്തത്. പിന്നീട് 2019 അബൂബക്കർ മാഷ് റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു 3 മാസത്തോളം നമ്മുടെ സഹപ്രവർത്തകയായിരുന്ന രമ ടീച്ചറുടെ കീഴിലായിരുന്നു. 3 മാസം രമ ടീച്ചർ എച്ചംഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. 2019 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ രമ ടീച്ചർ ആയിരുന്നു ഇവിടെ എച്ചം. രമ ടീച്ചർ റിട്ടയർമെന്റിന് ശേഷം, രമ ടീച്ചർ റിട്ടയർമെന്റ് പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലൊന്നും ആഘോഷിക്കാനോ അല്ലെങ്കിൽ ടീച്ചർക്ക് പ്രത്യേകമായി യാത്രയിൽ കൊടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഏതായാലും 19 ഓഗസ്റ്റ് 1 മുതലാണ് സ്കൂളിന്റെ എച്ചംഷിപ്പ് ഏറ്റെടുത്തത്. അതൊരു ഏറ്റവും അതിന് മുമ്പ് അതിനുള്ള പരീക്ഷകളും യോഗ്യതകളൊക്കെ നേടിയിട്ട് അതൊരു ഏറ്റവും പ്രയാസകരമായ, അന്ന് ഏറ്റവും പ്രയാസമായി തോന്നിയ ഒരു ജോലി. രാവിലെ ഉണരുമ്പോൾ ഉറക്കം പോലും ശരിയാവാത്ത രീതിയിൽ ആണ് അന്നൊക്കെ വന്നിരുന്നത്. കാരണം ഈ 45 അല്ലെങ്കിൽ 50ഓളം അധ്യാപകരും ഈ 1500ഓളം കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രയാസമായിരുന്നു. വളരെ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയാണ്, എൻ്റെ സഹപ്രവർത്തകർ വേണ്ടിയാണ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് പോയി. എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഫുൾ ടൈം അവർ എൻ്റെ കൂടെ തന്നെ, എന്ത് കാര്യത്തിന് ഏത് പാതിരാക്ക് വിളിച്ചാലും എപ്പോഴും ഓടി വരാനുള്ള സഹപ്രവർത്തകർ. അവര് രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. ഞങ്ങൾ ഇവിടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലതാണ്. അവരത്രയും സപ്പോർട്ടായിരുന്നു എന്നോട്. എപ്പോഴും ഏത് സമയത്തും എന്തിനു വിളിച്ചാലും വളരെ നല്ല രൂപത്തിലായിരുന്നു അവരൊക്കെ വന്നിരുന്നത്. ഏതായാലും എച്ചംഷിപ്പ് എടുത്ത ആ 2019 കാര്യങ്ങളൊക്കെ പിന്നീട് മാറിയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ രേഖാമൂലം കടലാസുകളിലൂടെയൊക്കെ കൊടുത്തിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഓൺലൈനായി. മാനേജ്മെന്റിന്റെ അപ്പോയിന്റ്മെന്റ് പോലും പിന്നെ സമന്വയം എന്ന് പറയുന്ന പോർട്ടലിലൂടെ മുഴുവൻ കാര്യങ്ങളും ഓൺലൈനിലേക്ക് ഇങ്ങനെ മാറിയപ്പോൾ എല്ലാം നെറ്റിന്റെ സഹായത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പിന്നീട് മാറി. അവിടെ വലിയൊരു പ്രയാസം നേരിട്ടത്. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ, നമുക്ക് നേരത്തെ പേപ്പറിലൂടെ കൊടുത്തിരുന്ന കാര്യം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു വെട്ട് വരുത്തിയിട്ട് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാമായിരുന്നു, വീണ്ടും കൊണ്ടു കൊടുക്കാമായിരുന്നു. ഇവിടെ ഓൺലൈൻ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ മാനേജ്മെന്റിന്റെ സമന്വയ പോർട്ടലിന്റെ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത് പ്രിയപ്പെട്ട ഷൗക്കത്ത് മാഷാണ്. അദ്ദേഹത്തിന്റെ എനിക്കും മാനേജർക്കും ഒക്കെ അറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ. അത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഓരോ കുട്ടികളുടെയും അധ്യാപകരുടെ ഒക്കെ പിന്നെ സ്പാർക്കും സമ്പൂർണ്ണയൊക്കെ ഓരോരുത്തർ അങ്ങനെ ഏറ്റെടുത്തും നല്ല ഹെൽപ്പിലൂടെ ഒക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. 2019 ശേഷത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. 2019 കോവിഡ് വന്നത്. നമ്മുടെ പിന്നെ ചൈനയിൽ എവിടെയോ ഇങ്ങനെ ഒരു രോഗം പകർന്നു പിടിക്കുന്ന രോഗമുണ്ടെന്നറിഞ്ഞു. ആ രോഗം നമ്മുടെ നാട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞു. 2020 ജനുവരി മുതൽ കുറേശ്ശെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് വന്നു. സ്കൂൾ അടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പലരും പറഞ്ഞു. ആ സ്കൂൾ അടക്കാനുള്ള സാധ്യത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പലരും പ്രാർത്ഥിച്ചെങ്കിലും ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് 2019 മാർച്ച് 7 ലാസ്റ്റ് ആ 2019 അറ്റൻഡൻസ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. 2019 മാർച്ച് 7 ശേഷം പരിപൂർണമായിട്ടും ലോകം മുഴുവൻ സ്തംഭിക്കുകയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ ഭാഗങ്ങളും അടഞ്ഞു കിടന്ന ഒരവസ്ഥ 2019 അതിനുശേഷം പിന്നീട് സ്കൂളിലേക്ക് ആർക്കും വരാനോ കടക്കാനോ ഒന്നിനും പറ്റില്ല. പരിപൂർണമായിട്ടും സ്കൂൾ അടഞ്ഞു കിടക്കരുത്. ഒരു സമയത്ത് പോലും പുറത്തേക്ക് പോലീസ് നമ്മളെയൊക്കെ നോക്കി നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു ഭീകരമായ ഒരു പേടിയിലൂടെയായിരുന്നു അന്ന് മുന്നോട്ട് പോയിരുന്നത്.
ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാതെ പകൽ സമയത്ത് പോലും കൂരിരുട്ട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അന്ന് മുന്നോട്ട് പോയത്. ഏതായാലും ആ കോവിഡ് സമയത്ത് ആരും സ്കൂളിലേക്ക് വന്നില്ല. പിന്നീട് കുറേശ്ശെയായി അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചെറിയ എക്സംഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളും പല ഭാഗങ്ങളിലായി സ്കൂളിലേക്ക് വന്നു. മാസ്കൊക്കെ ധരിച്ച് പിന്നെ കയ്യിൽ ഇതൊക്കെ ഷവറൊക്കെ വേണ്ട തരത്തിലൊക്കെ ആൾഭാഷൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിൽ വരാൻ തുടങ്ങി. സ്കൂളിൽ സാവധാനം നമ്മുടെ സ്കൂൾ തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. 2020 ഒക്ടോബർ മുതലാണ് സ്കൂൾ തുറന്നത്. നവംബർ 1 മുതലാണ് കുട്ടികളെ പാർട്ടായിട്ട് സ്കൂളിലേക്ക് വന്നത്. ഈ നവംബർ 1 മുതൽ കുട്ടികളെ 3 പാർട്ടാക്കി ഒരു ക്ലാസ്സിലെ കുട്ടികളെ തിരിച്ചു. 30 കുട്ടികളുടെ കുട്ടികളെ 10 കുട്ടികളെ ഒരാഴ്ച 2 ദിവസം, അടുത്ത 2 ദിവസം അടുത്ത 10 കുട്ടികൾ, പിന്നീടുള്ള 2 ദിവസം അടുത്ത, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂൾ അങ്ങനെ മുന്നോട്ട് പോയി. വീണ്ടും 2020 നവംബർ ഡിസംബർ പൂർത്തിയായി പോയെങ്കിലും 21 വീണ്ടും 15 ദിവസത്തേക്ക് സ്കൂൾ അടക്കേണ്ടി വന്നു. പിന്നീട് സ്കൂള് 22 ജൂൺ മുതലാണ് പിന്നെ സ്കൂൾ ഏകദേശം പരിപൂർണമായിട്ടും നല്ല രൂപത്തിൽ അങ്ങനെ മുന്നോട്ട് പോയത്. ഏതായാലും ഈ കാലഘട്ടത്തിലൂടെ ഒക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഈ HMC എടുത്തപ്പോൾ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ പല ഭാഗത്തായിട്ട് നമുക്കൊക്കെ അറിയാം, കമ്മിറ്റിക്ക് അറിയാം, മാനേജ്മെന്റ് അറിയാം, PTA കമ്മിറ്റിക്ക് അറിയാം. PTA-യുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോയിട്ടുണ്ട്. അതൊക്കെ ഇടപെടാൻ വേണ്ടി നല്ല രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ പലരെ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും ശ്രമിച്ചിട്ടുണ്ട്. പലരും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്ന സംസാരങ്ങൾ. അവിടെ ആ സംസാരങ്ങളൊന്നും മനസ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ അതൊരു വലിയ മോശമായി അങ്ങനെ ഒരിക്കലും സംസാരം വരുന്ന തരത്തിൽ തിരുത്തല്ലൊന്നുമല്ല ഞാൻ പറയും. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വന്നുപോയ ചില സംസാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ എൻ്റെതായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആർക്കും ഒരു കക്ഷിയെയും ഒരു വിഭാഗത്തെയും മാറ്റി മറിച്ച് നിർത്താതെ സ്കൂളിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം എന്നുള്ള ശക്തമായ തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് വിശ്വാസമുണ്ട്, ഒരു കക്ഷിയോട് എനിക്ക് താല്പര്യമുണ്ട്, മതപരമായ ഒരു സംഘടനയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട്. പക്ഷേ ഉള്ളണ സ്കൂളിന്റെ HM-ന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെയും ഞാൻ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറച്ചു വിശ്വസിക്കാനും അത് ഉറച്ച് നിങ്ങളൊക്കെ മുന്നിൽ പറയാനും എനിക്ക് സാധിക്കും. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ വിജയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയും ഞാൻ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ സഹായത്തോടെ എവിടെയും ഞാൻ പരാജയപ്പെടില്ല. പരിപൂർണ്ണ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നില്ല, ഒരു പ്രയാസമില്ലാതെ തന്നെയാണ് ഇത്രയും കാലം ഈ സ്കൂളിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോയത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ജനറൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് പലർക്കും പ്രയാസങ്ങളായിരുന്നു. ഇപ്പോഴും ചിലരുടെയൊക്കെ മനസ്സിൽ ആ ജനറൽ കലണ്ടർ എന്ന് പറയുന്ന താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എന്നിരുന്നാലും സംസ്ഥാനത്തുള്ള മുഴുവൻ സ്കൂളുകളും അത്തരത്തിലേക്ക് മാറുമ്പോൾ നമ്മളും അങ്ങോട്ട് പോവേണ്ടത് അത്യാവശ്യമാണെന്ന് മാനേജ്മെന്റിനെയും PTA-യും ഒക്കെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും കൂടെ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഏതായാലും അതൊക്കെ മുന്നോട്ട് പോയി. നമ്മൾ ആ തരത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്കൂളുകളുടെ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് പറഞ്ഞ പോലെ സ്കൂള് PTA കമ്മിറ്റിയുടെ ഇതിനൊക്കെ PTA കമ്മിറ്റി ഇല്ലാതെ ഒന്നും നടക്കില്ല, മാനേജ്മെന്റ് ഇല്ലാതെ നടക്കില്ല. സ്കൂൾ ചിത്രം വരച്ചതിന് ഇതിനൊക്കെ സഹായിച്ചിട്ട് തന്നെ സ്കൂൾ ഡിജിറ്റലൈസ്ഡ് ആണ്. എല്ലാ ക്ലാസ് റൂമിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഒന്നും ബോർഡ് എഴുതി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒക്കെ സ്മാർട്ട് ഫോണിലൂടെ TV-യിലൂടെ കുട്ടികൾ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. അത്തരത്തിലൊരു ബോധന രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഇവിടുത്തെ ഈ എന്റെ സഹപ്രവർത്തകരുടെ കമ്മിറ്റിയുടെ മാനേജ്മെന്റൊക്കെ സഹായത്തോടും കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പരിപൂർണമായ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി തന്നെയാണ് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇവിടെ പറയുന്നത്. മാർച്ച് 31 ഞങ്ങളുടെ യഥാർത്ഥ റിട്ടയർമെന്റ് സമയം. നോമ്പൊക്കെ അടുത്തു വരുന്നവർ നമ്മുടെ പരിപാടികളുടെ കുട്ടികളുടെ കലാപരിപാടിയും ഒക്കെ നേരത്തെ തന്നെ തീർക്കുന്നു എന്ന് മാത്രം. മാർച്ച് 31 വരെ ഇൻഷാല്ലാഹ് സ്കൂളിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും, മേലിലും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഒരിക്കലും ഈ ഉള്ളണം എന്ന് പറയുന്ന ഈ പ്രദേശവുമായിട്ട് എൻ്റെ ജീവിതകാലം യുവത്വം മുഴുവൻ ചെലവഴിച്ച ഈ ഉള്ളണത്തിൽ നിന്ന് ഒരു കാരണത്താലും പിരിഞ്ഞു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ആവശ്യം, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടതുണ്ടോ, ഇവിടുത്തെ കമ്മിറ്റിക്ക് വേണ്ടതുണ്ടോ, ആർക്കൊക്കെ വേണ്ടോ, എല്ലാത്തിലും ഞാൻ സർവാത്മന എൻ്റെ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കില്ല എന്നുകൂടി ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഏതായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ 4 പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കൂടെ എൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ മാർച്ച് 31 ഔദ്യോഗികമായിട്ട് ഞങ്ങൾ എല്ലാവരും മാർച്ച് 31 ഇറങ്ങുമെങ്കിലും രേഖാപരമായിട്ട് ഞാൻ മാത്രമാണ് മാർച്ച് 31. നദീറ ടീച്ചർ ഏപ്രിൽ 30 റിട്ടയർമെന്റ് ഡേറ്റ്. മറിയ ടീച്ചറും ബീന ടീച്ചറും മനോജ് മാഷും മെയ് 31 അവരുടെ റിട്ടയർമെന്റ് ഡേറ്റ്. അതുവരെ സർവീസിൽ ഉണ്ടായിരിക്കും. പക്ഷേ സ്കൂൾ മാർച്ച് 31 നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ 3 പേരും മാർച്ച് 31 സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
എല്ലാവരോടുമുള്ള കടപ്പാടിരിക്കുകയാണ് ദൈവത്തോട്, പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഈ ജോലി വാങ്ങിത്തരുന്നതിനും എന്നെ വളർത്തി വലുതാക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരിക്കലും എനിക്ക് ഈ പ്രസംഗം ഒഴിപ്പിക്കാൻ പറ്റില്ല. ഏതായാലും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കണം. പ്രിയപ്പെട്ട കമ്മിറ്റിയോട് അങ്ങേയറ്റം, കാരണം ഇതിനൊരു ജോലി നൽകിയല്ലോ. പോക്കറ്റിൽ കനമുണ്ടെന്ന് കരുതിയിട്ട് എല്ലായിടത്തും ജോലി കിട്ടിക്കോളുന്നില്ല. കമ്മിറ്റിയും മാനേജ്മെൻറ്റും ഒക്കെ തീരുമാനിക്കണം. പ്രിയപ്പെട്ട അന്നത്തെ എൻ്റെ മാനേജർ കോയ ഹാജിയോട്, എല്ലാവരോടും, കമ്മിറ്റിയോടും, ഇവിടുത്തെ നാട്ടുകാരോടും, എൻ്റെ പ്രിയപ്പെട്ട മക്കളോടും, സർവോപരി എന്നെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും വിരമിച്ചു പോയിട്ടുണ്ട്. 2022 നേച്ചമായതിനു ശേഷം 22 മുതൽ വിരമിച്ചു പോയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അരവിന്ദ് മാഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഒരുപാട് പേരോട്, എൻ്റെ മുൻപ് വിരമിച്ചു പോയ എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. സഹപ്രവർത്തകരോട്, എനിക്ക് പരിപൂർണ പിന്തുണ നൽകിയ സഹപ്രവർത്തകരോട്, എൻ്റെ കൂടെ വിരമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന്, നിങ്ങൾ ചേർത്ത് നിർത്തിയതിന്, നിങ്ങൾ നൽകിയ ഈ ഉപഹാരത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമിടയിൽ സൗമ്യ സാന്നിധ്യമാണ് ബീന ടീച്ചർ. സർവീസിൻ്റെ ആദ്യകാലം തൊട്ടേ കുടുംബമേൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ചുമലിലേറ്റിയ ബീന ടീച്ചർ തളർച്ച ഏതുമില്ലാതെ തൻ്റെ ഭാഗധേയം സ്കൂളിലും ഭംഗിയായി നിർവഹിച്ചു. അധ്യാപനം നിയോഗമായി തിരിച്ചറിഞ്ഞ ബീന ടീച്ചർ അറിവ് അന്വേഷിച്ച് സ്കൂളിലെത്തിയ കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർത്തു നിർത്തി. മൗന നൊമ്പരങ്ങളും വ്യർത്ഥമോഹങ്ങളും കവിതകളായി ബീന ടീച്ചറുടെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു. സ്നേഹമസൃണമായ സമീപനവും കരുണാർദ്രമായ തലോടലും ബോധനശാസ്ത്രത്തിലെ പ്രഥമ പാഠങ്ങളായി തിരിച്ചറിഞ്ഞ ടീച്ചർ കുട്ടികളുടെ പ്രിയങ്കരിയായി. 33 വർഷങ്ങൾക്ക് ശേഷം ബീന ടീച്ചർ പടിയിറങ്ങുകയാണ്. സുഹൃത ജീവിതത്തിൻ്റെ ധന്യശേഷിപ്പുകൾ ഓർമ്മകൾക്ക് സമ്മാനിച്ചു. പ്രിയപ്പെട്ട ബീന ടീച്ചർക്ക് സ്നേഹാശംസകൾ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, എത്രയും പ്രിയപ്പെട്ട മക്കളെ, ഏതാണ്ട് 33 വർഷത്തോളം നീണ്ട എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമാവുകയാണ്. തീർച്ചയായും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും എനിക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1993 ജൂലൈ 17 ഞാൻ ഈ വിദ്യാലയത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ശശിമാഷാണ് ഒരു ദിവസം വീട്ടിനടുത്തൂടെ പോകുമ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു ഒഴിവുണ്ടെന്നും ഉള്ള കാര്യം അറിയിച്ചത്. അത് കാരണമാണ് ഞാൻ ഇവിടെ ജോലിയിൽ ചേരാനിടയായത്. പ്രിയപ്പെട്ട ശശിമാഷെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് അവസരം തന്ന ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് ഈ വിദ്യാലയത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കൂടുതലും ചെറിയ ക്ലാസ്സുകളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അതായത് 1-2 ക്ലാസ്സുകൾ കൂടുതൽ. അതിനിടയിൽ ഏതോ 1-2 വർഷങ്ങാനും 3-ാം ക്ലാസ്സിലൊക്കെ 3-ലും 4-ലും പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും LP സെക്ഷനിൽ തന്നെ. അപ്പോൾ ആ കുഞ്ഞു മക്കളുടെ കളിയും ചിരിയും പഠനവും എല്ലാമായി കാലം കടന്നുപോയത് അറിഞ്ഞില്ല. പക്ഷേ അത് മാത്രമായിരുന്നില്ല. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമായി അടുത്തിടപെടാൻ ഈ കാലയളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട്
ജീവിത പാഠങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞു. കൂടാതെ നല്ലവരായ നാട്ടുകാർ, സഹപ്രവർത്തകർ, PTA, MTA തുടങ്ങി എല്ലാവരുടെയും സഹകരണത്തോടെ എനിക്ക് എൻ്റെ അധ്യാപനം ഒരുവിധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ 2 തലമുറയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പലപ്പോഴും വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് ടീച്ചറെ എന്ന് വിളിച്ച് വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. ഇന്നും ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ 2-3 കുട്ടികൾ എന്നോട് വന്ന് വിശേഷം പങ്കിട്ടു. അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അവരെ. പക്ഷെ അവര് കൃത്യമായിട്ട് ഏത് ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചതെന്നൊക്കെ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. മറ്റേതൊരു ജോലിക്കും ലഭിക്കാത്ത ഒരു സവിശേഷതയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഒരുപാട് അധ്യാപകരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. പഴയകാല അധ്യാപകരും അതേപോലെ ഇപ്പോൾ പുതുതലമുറയിൽപ്പെട്ട അധ്യാപകരും അവരോടൊന്നിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. അതൊക്കെ ഒരു നല്ല അനുഭവമായി എന്നും മനസ്സിലുണ്ട്. പിന്നീട് എന്നോടൊപ്പം ജോലി ചെയ്ത പഴയകാല അധ്യാപകർ, പഴയ സഹപ്രവർത്തകർ, അവരെ ചിലർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കൂടാതെ മുൻകാല അധ്യാപകർ, മുൻ പ്രഥമാധ്യാപകർ, മുൻ മാനേജർമാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ കോവിഡ് കാലം മാഷ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, ആരും പുറത്തിറങ്ങാത്ത അവസ്ഥ. ആ സമയത്ത് 2 വർഷത്തോളം, ഏതാണ്ട് 2 വർഷത്തോളം സ്കൂളെല്ലാം അടഞ്ഞു തന്നെ കിടന്നിരുന്നു. ആ സമയത്തും ഓൺലൈൻ അധ്യാപനം നടത്തിയത് എൻ്റെ സർവീസ് കാലത്തെ വേറിട്ട ഒരു അനുഭവമായിരുന്നു. കാലം മാറി, നമ്മളെല്ലാവരും മാറ്റത്തിനൊപ്പമാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു, പഠന രീതിയിൽ വന്നു. നമ്മൾ ആദ്യം 93-ൽ വന്ന അതേപോലെ അല്ല ഇപ്പോൾ പഠന രീതി. ഒരുപാട് മാറ്റങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മുഖച്ഛായയും മാറി വരുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഉയർച്ചയുടെ പടവുകൾ കയറി മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ സ്കൂള്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തീർച്ചയായും ഞാൻ അഭിമാനിക്കുന്നു. 1993-ലാണ് ഞാൻ ഈ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. അതേ വർഷം തന്നെ വിവാഹത്തോടെ ഞാൻ ഈ നാട്ടിലേക്ക് വരികയും ഈ നാട്ടുകാരിയായി ഇവിടെ തന്നെ സ്ഥിരമായി താമസിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്ത ഈ വിദ്യാലയം, എൻ്റെ നാട്ടിലെ ഈ വിദ്യാലയം, ഇവിടുത്തെ നല്ല ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വിപുലമായ ഈ യാത്രയപ്പ് ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സർവീസിൽ നിന്നും എന്നോടൊപ്പം വിരമിക്കുന്ന പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ കരീം സർ, മറിയം ടീച്ചർ, നദീറ ടീച്ചർ, മനോജ് സർ എന്നിവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു മയിൽപ്പീലി തുണ്ടും മഞ്ചാടിമണികളും കഥച്ചപ്പിലൊരായിരം കഥകളും കടങ്കഥകളുമായി മറിയ ടീച്ചർ കുട്ടികളുടെ പ്രിയങ്കരിയായി. 1994-ലാണ് ടീച്ചർ ഉള്ളണം AMUP സ്കൂളിൻ്റെ പടികൾ കയറുന്നത്. കർമ്മഭൂമിയായ ഉള്ളണത്തെ ജന്മനാടിനെ പോലെ ടീച്ചർ സ്നേഹിച്ചു.
വ്യത്യസ്തമായ ഭാഷാശൈലി കൊണ്ട് കുട്ടികൾക്കിടയിൽ ടീച്ചർ ശ്രദ്ധിക്കപ്പെട്ടു. ശേലുള്ളൊരു പായാരം പറച്ചിലും മൊഞ്ചേറും പുഞ്ചിരിയും ബാക്കി വെച്ചു യാത്ര പറയുന്ന മറിയ ടീച്ചർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരും പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹനിധിയായ മക്കളെ, 3 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന അധ്യാപകരിൽ ഒരാളാണ് ഞാനും. എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് പൂനൂരിലാണ്. 1994 ഓഗസ്റ്റ് 31 ഞാൻ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അന്ന് മുതൽ കുടുംബമായി ഈ ഉള്ളണത്ത് താമസിച്ചു വരുന്നു. ഉള്ളണം ഇന്ന് എനിക്ക് എൻ്റെ സ്വന്തം നാട് പോലെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ചെലവഴിച്ചത് ഈ നാട്ടിലാണ്. എൻ്റെ 2 മക്കളും കളിച്ചു വളർന്നതും വിദ്യാഭ്യാസം നേടിയതും ഈ മണ്ണിലാണ്. എന്നെ ഞാനാക്കിയ ഈ മണ്ണിനോടും ഈ സ്ഥാപനത്തിനോടും എനിക്ക് എന്നും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കും. ഇക്കാലയളവിൽ ഞാൻ പഠിപ്പിച്ച മക്കളെ എൻ്റെ സ്വന്തം മക്കളായി കാണുവാനും അവർക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകുവാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനായി നാട്ടുകാരുടെ, രക്ഷിതാക്കളുടെ പരിപൂർണ സഹകരണം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഈ വിടവാങ്ങൽ വേളയിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. എന്നെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് പഠിപ്പിച്ച് ഒരു അധ്യാപികയാക്കിയ എൻ്റെ മാതാപിതാക്കളെ ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. പിന്നെ എനിക്കിവിടെ ജോലി ആവശ്യാർത്ഥം വന്നപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായി ഇടപെട്ട് ജോലി ലഭിക്കാനുള്ള അവസരമൊരുക്കിയത് അന്നത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ബഹുമാന്യനായ കുഞ്ഞാവഹാജിയായിരുന്നു. അദ്ദേഹത്തോടും അന്നത്തെ മാനേജറായിരുന്ന ബഹുമാന്യനായ ചെമ്പൻ അബൂബക്കറാക്കയോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ ആദരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ അന്നത്തെ HM ആയിരുന്ന ശശിമാഷ്. അദ്ദേഹത്തിൻ്റെ സ്ട്രിക്റ്റും കൃത്യനിഷ്ഠതയും സമയനിഷ്ഠതയും എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്കെന്നും മാതൃകയായിരുന്നു. അദ്ദേഹത്തോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നീട് ബഹുമാന്യരായ അബൂബക്കർ മാഷ്, രമ ടീച്ചർ, എന്നോടൊപ്പം വിരമിക്കുന്ന കരീം മാഷ്, ഇവരുടെയൊക്കെ കീഴിൽ ഒരു പ്രയാസവും കൂടാതെ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ എൻ്റെ 32 വർഷത്തെ സർവീസ് കാലയളവിൽ ഇവിടെ നിന്ന് വിരമിച്ചു പോയ എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഞാൻ ഈ അവസരത്തിൽ ആദരപൂർവ്വം ഓർക്കുന്നു. ഞങ്ങൾക്ക് ഹൃദ്യമായ ഈ യാത്രയപ്പ് സമ്മാനിച്ച, ഞാൻ എൻ്റെ കുടുംബം പോലെ കരുതുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, PTA, MTA, നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാന്യനായ മാനേജർ MK തങ്ങൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്ന ചേച്ചിമാർ, പ്രിയപ്പെട്ട നാട്ടുകാർ, രക്ഷിതാക്കൾ, മക്കൾ, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ സ്കൂൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും അഭിമാനമായി എന്നെന്നും നിലകൊള്ളട്ടെ. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ മക്കളും നന്മയുടെ നിറകുടങ്ങളായി വളരട്ടെ. അവരെ അതിന് പ്രാപ്തരാക്കാൻ ഇവിടത്തെ യുവ അധ്യാപക സുഹൃത്തുക്കൾക്ക് കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ തന്ന ഉപഹാരത്തിന്, ഈ നാടിൻ്റെ സ്നേഹാദരവിന്, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ നാടിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും
വിട പറയുന്നു. നന്ദി, നമസ്കാരം. മധ്യ തിരുവിതാംകൂറിൻ്റെ മലയോര ഗ്രാമത്തിൽ നിന്ന് മലബാറിൻ്റെ തീരദേശ ഗ്രാമത്തിലേക്ക് 90കളുടെ മധ്യത്തിലാണ് മനോജ് സാർ കടന്നു വരുന്നത്. മണ്ണിൻ്റെ മനസ്സറിയുന്ന ഒരു കർഷകൻ കൂടിയാണ് മനോജ് മാസ്റ്റർ. താൻ നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ടപ്പോൾ കരൾ പിടയും വേദന ശക്തമായ വാക്കുകളാൽ അദ്ദേഹം രേഖപ്പെടുത്തി. സ്വതസിദ്ധമായ ശാന്തത അവസാനം വരെ കൈവിടാത്ത മനോജ് സാറിൻ്റെ തമാശകൾ യാത്രകളിലും ഒഴിവുവേളകളിലും എല്ലാവരെയും രസിപ്പിച്ചു. ഒരു പീഠ ഉറുമ്പിനും വരുത്തരുതെന്ന പോൽ പതിയെ നടന്നു പടിയിറങ്ങുമ്പോൾ മനോജ് സാർ ഞങ്ങളുടെ ഉള്ളിൽ പതിച്ചുവെച്ച മന്ദസ്മിതം മായുകയില്ല കാലങ്ങളോളം. പ്രിയപ്പെട്ട മനോജ് മാസ്റ്റർക്ക് സ്നേഹാശംസകൾ. യോഗാധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ ഷബീർ, യോഗ ഉദ്ഘാടനം ചെയ്ത MLA ശ്രീ KPA മജീദ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. 30 വർഷത്തോളം എത്തിയ എൻ്റെ ഔദ്യോഗിക ജീവിതം ഈ വർഷം മെയ് മാസം 31 അവസാനിക്കുകയാണ്. 1996 ജൂലൈ മാസം 16 തീയതിയാണ് അന്നത്തെ സ്കൂൾ മാനേജരായ ശ്രീ അബൂക്കർ കാക്ക LPSC ആയി എന്നെ ഈ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തോടുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു. LPSC ആയിട്ടായിരുന്നു നിയമനമെങ്കിലും ഞാൻ അന്ന് മുതൽ ഇന്നോളം UP ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ച വിഷയം തന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ഈ നാട്ടിലെ 2 തലമുറയിൽപ്പെട്ട 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. വിജയകരമായി എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെൻറ്റ്, കാലാകാലങ്ങളിലായി വന്ന PTA കമ്മിറ്റി, ഹെഡ് മാസ്റ്റർ, സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത്രയും വിപുലമായ ഒരു യാത്രയയപ്പ് സംഘടിപ്പിച്ച ഏവരോടും അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ യശസ് ഇനിയും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിറവാർന്ന അക്ഷരക്കൂട്ടുകളാൽ മിഴിവാർന്ന ചിത്രങ്ങളാൽ ക്ലാസ് മുറികളെ തൻ്റേതാക്കിയ നദീറ ടീച്ചർ. നല്ല പാതിയിൽ നിർത്തിയ പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ കൂടിയാണ് ടീച്ചർ ഈ വിദ്യാലയത്തിലെത്തിയത്. മനസ്സിൻ്റെ വിശുദ്ധിയും പ്രവൃത്തികളിലെ സൂക്ഷ്മതയും ടീച്ചർ എന്നും കാത്തുസൂക്ഷിച്ചു. വിധിവിളയാട്ടങ്ങളിൽ പതറാതെ അരികിലെത്തിയ കുരുന്നുകളെ ടീച്ചർ ചേർത്തുപിടിച്ചു അണയാതെ. പ്രിയപ്പെട്ട നദീറ ടീച്ചർക്ക് സ്നേഹാദരങ്ങൾ. സഹപ്രവർത്തകർ, HM, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, 1990 TTC കഴിഞ്ഞെങ്കിലും 97 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായി ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. 90 മുതൽ 97 വരെ അടുത്ത പ്രദേശങ്ങളായ മൂന്നിയൂർ സ്കൂളിലും പാറക്കടവ് സ്കൂളിലും എംപ്ലോയ്മെൻ്റ് വഴി ജോലി ചെയ്തിട്ടുണ്ട്. 90 മുതൽ 97 വരെ ഈ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹം കോഴിക്കോടും മലപ്പുറത്തും PSC എഴുതി കോഴിക്കോട് ജില്ലയിൽ ഉടനെ തന്നെ ചാലിയത്തൊരു സ്കൂളിൽ നിയമനം ലഭിക്കുകയും ചെയ്തു. കുന്നത്തുപറമ്പിൽ നിന്നും ഉള്ളണത്തേക്ക് നടന്നു വരാവുന്ന ദൂരമേയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിലെ TA മാഷ്, നമ്മുടെ സ്കൂളിലെ ഉറുദു അധ്യാപകനായിരുന്ന T. അബ്ദുറഹ്മാൻ മാഷ് എൻ്റെ ഹസ്ബൻഡിനോട്, മാഷെ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വൈഫ് TTC കഴിഞ്ഞതല്ലേ, അവൾക്ക് ഇവിടെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ, കമ്മിറ്റിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുത്തു നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് എനിക്ക് സ്കൂളിലേക്ക് വരാനുള്ള ഒരു ചിന്ത ഉണ്ടായത്. നമ്മിൽ നിന്നും ഇടപറഞ്ഞു പോയ T. അബ്ദുറഹ്മാൻ മാഷെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിന്
പരലോക ജീവിതം ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈഫിനൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ എഴുതുകയും കമ്മിറ്റി അംഗങ്ങൾ ചെറിയ ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് അത് അംഗീകരിക്കുകയും അതിൽ തന്നെ ചെറിയ ഒരു ഇളവ് തരികയും ചെയ്ത് എന്നെ ഇവിടെ നിയമിക്കുകയായിരുന്നു. അന്നത്തെ മാനേജറായിരുന്ന സി അബൂബക്കർ സാഹിബിനും കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മുൻ എച്ചമായിരുന്ന ശശികുമാർ മാസ്റ്ററും നമ്മുടെ സീനിയർ അധ്യാപികയായ KP മറീന ടീച്ചറെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ 28 വർഷത്തിലധികം വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യമായി പരിചയപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ സ്കൂളിനടുത്തുള്ള KP മുഹമ്മദ് ഹാജിയുടെ വീട്. അവിടെ 25 വർഷത്തിലധികം ളുഹർ നമസ്കരിക്കാൻ ഞാൻ അവിടെയായിരുന്നു പോകാറ്. അവരെന്നെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കരുതി എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അവരുടെ ഉപ്പയും ഉമ്മയും എൻ്റെ ഉപ്പയെയും ഉമ്മയെയും പോലെ ഞാൻ കരുതുകയും ചെയ്തു. ഉപ്പ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. ഉമ്മ ജീവിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം നല്ല പോലെ ആവട്ടെ എന്ന്, ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 97 മുതൽ 2007 വരെ ഞാൻ സ്കൂളിലേക്ക് വന്നത് നടന്നുകൊണ്ടായിരുന്നു. 2007 ആദ്യമായി ഞാൻ ഒരു വാഹനത്തിൽ ഈ സ്കൂളിലേക്ക് വന്നത്. ഗ്രാമപ്രദേശങ്ങളിലൂടെ തോടുകളും കനാലുകളും താണ്ടി കുണ്ടൻകടവ് കടന്ന് വരുന്ന ആ യാത്ര വളരെ രസകരമായിരുന്നു. അങ്ങനെ 2007 ആദ്യമായി ഒരു വാഹനത്തിൽ വന്ന അനുഭവം എനിക്ക് വളരെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പിന്നെ ചെറിയ ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കുന്നത് കൊണ്ട് നിഷ്കളങ്കരായ മക്കളുടെ കൂടെ വൈകുന്നേരമാവുന്നത് അറിയുന്നതേ ഇല്ല. അറബി അധ്യാപകർ എപ്പോഴാണോ ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ മാത്രം ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കുകയും അവരുടെ കൂടെ തന്നെ വൈകുന്നേരമാക്കുകയും ചെയ്യുകയാണ് എല്ലാ ദിവസവും. അവരുടെ ഇടയിൽ പല അനുഭവങ്ങളും ചെറിയ കുട്ടികളാവുമ്പോൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ദിവസം ജൂൺ മാസം ഞാൻ ഓർക്കുകയാണ്, ക്ലാസ് തുടങ്ങി ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. എല്ലാ മക്കളോടും അന്നൊക്കെ സന്നദ്ധതാ പ്രവർത്തനങ്ങളാണ് കൊടുക്കുക ക്ലാസ്സിൽ. അപ്പോൾ എന്തെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ കൊടുത്തിട്ട് കുട്ടികളുമായി പരിചയപ്പെട്ടതിന് ശേഷമാണ് അധ്യാപനം തുടങ്ങുന്നത്. അങ്ങനെ കുട്ടികളോടെല്ലാം സ്ലേറ്റ് എടുത്ത് എഴുതാൻ പറഞ്ഞപ്പോൾ 2 പുറവും വൃത്തിയായി എഴുതുന്നവർക്ക് ടീച്ചറുടെ വക സമ്മാനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, ടീച്ചറെ 3 പുറം എഴുതണോ? ഏതാണ് മോനെ 3 പുറം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നു ആ കുട്ടി, ടീച്ചറെ നിങ്ങളുടെ പുറമാണ്. അത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഇത്രയും നല്ല ഒരു യാത്രയ്ക്ക് തന്ന സഹാധ്യാപകർക്കും MTA PTA അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
ഗംഭീരമായ പരിപാടിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ്, പേരെടുത്താരെയും പ്രതിപാദിക്കുന്നില്ല, സമയ കുറവ് കാരണം ഇത് സ്റ്റേജിൽ ഉപേക്ഷയായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും സ്നേഹനിധികളായ രക്ഷിതാക്കളെ, പിഞ്ചു മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് നമ്മുടെ വാർഷിക പരിപാടി എന്ന് പറയുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കലാവാസനകളെ, അവരുടെ എല്ലാം മറന്നുള്ള അവതരണവും അത് കാണാനിരിക്കുന്ന അവരുടെ രക്ഷിതാക്കളും നാട്ടുകാരുമൊക്കെ ആ ഭാവി ജീവിതം, തുടർന്നുള്ള ബർസഖിയായ ജീവിതത്തിൽ എല്ലാവിധ റഹ്മത്തും റാഹത്തും റബ്ബ് നൽകുമാറാട്ടെ എന്ന് മാത്രം അദ്ദേഹത്തോട് ഈ അവസരം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് അവരുടെ ഭാവി ജീവിതം എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാറാകട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും നേർമാറാകട്ടെ. ഞങ്ങളുടെ സ്ഥാപനത്തോട് വിട പറയാതെ ഈ സ്ഥാപനം നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരുവാൻ വേണ്ടിയിട്ട് ഭാവിയിലും ഈ സ്ഥാപനത്തിലേക്ക് യാതൊരു മടിയും കൂടാതെ കടന്നു വരികയും ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വരുമ്പോൾ ഞങ്ങളൊക്കെ ഉപദേശിക്കാനുള്ള അർഹത കൂടെയുള്ള അധ്യാപകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ അംഗീകാരവും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കി ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, റിട്ടയർമെന്റ് ചെയ്യുന്ന അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സ്കൂളിലെ അധ്യാപകരെ, അതുപോലെ നല്ലവരായ നാട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ നെടുന്തൂണായ ഉള്ളണം സ്കൂളിൻ്റെ 104ാം വാർഷികാഘോഷ വേളയിലാണ് നാം എല്ലാവരും ഉള്ളത്. വളരെ സന്തോഷകരമായ നിമിഷം. ഈ നിമിഷത്തിലും മനസ്സിലെ ഒരു തേങ്ങലുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം സ്കൂളിൻ്റെ ജീവനും ഉയർച്ചയിലും അതുപോലെ അവരുടെ ഊർജവുമായി, സ്കൂളിൻ്റെ ഊർജവുമായിരുന്ന നമ്മുടെ 5 അധ്യാപകർ വിട പറയുകയാണ്. നമ്മുടെ സ്കൂളിനും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് കൂട്ടുനിന്നിരുന്ന ഈ അധ്യാപകർ ഇന്ന് വിട പറയുമ്പോൾ നാടിനും അതുപോലെ സ്കൂളിനും തീരാ നഷ്ടം തന്നെയാണ്. അധ്യക്ഷൻ ഷബീർ, മാനേജർ കണ്ണൂർ, എല്ലാവരോടും പിന്നെ ഇന്ന് പറയാനുള്ളത്, ഇവിടെ ഏറ്റവും പറയാൻ അനുയോജ്യനായ ഒരു വ്യക്തി ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നെ പഠിപ്പിച്ച മാഷുമാരും അതുപോലെ തന്നെ എൻ്റെ മകനെ പഠിപ്പിച്ച മാഷുമാരും ഇന്ന് ഒരേ സമയം വിരമിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റുള്ള കൗൺസിലർമാർക്ക് പറയുന്നത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനിവിടെ ഒരു 10-30 വർഷം മുന്നേ ഇവിടെ ഏത് ക്ലാസ്സിലാണ് ഇരുന്നിരുന്നത്, അതേ ക്ലാസ്സിൽ ഇപ്പോൾ എൻ്റെ മകനും ഇരിക്കുന്നുണ്ട്. എൻ്റെ മകനെയും പഠിപ്പിക്കുന്നത് ഇതേ മാഷുമാർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ. ഏതായാലും വാർഷിക പരിപാടിയിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡായ 5 മാഷുമാർ ഇവിടെ നിന്നും റിട്ടയർഡായി പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം വരുന്ന പുതിയ മാഷുമാർ ഇത്രത്തോളം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാഷുമാർ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിന് ബദൽ വരുന്ന പുതിയ മാഷുമാർക്ക് എത്രത്തോളം കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഒരു പ്രസംഗത്തിന് പറ്റിയൊരവസ്ഥയില്ല. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. എന്തായാലും നമ്മളെ മാഷുമാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ എനിക്ക് മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എസ്പെറൻസ എന്ന നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവുമായ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. 3 പതിറ്റാണ്ടോളം നമ്മുടെ സ്കൂളിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് നമ്മുടെ നാടിനെ തന്നെ വിജ്ഞാനത്തിലേക്ക് നയിച്ച 5 അധ്യാപകരാണ് ഇന്നിവിടെ നിന്ന് യാത്രയാകുന്നത്. പുസ്തകങ്ങളിലൂടെയുള്ള വിദ്യ എന്നതിലുപരി അച്ചടക്കവും സാംസ്കാരിക ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു ജനതയെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അവർ യാത്രയാവുന്നത്. ഈ ഒരു വേളയിൽ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ, ഹൃദയത്തിൽ അവർ എന്നും ഒരു വെളിച്ചമായി, വഴികാട്ടിയായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ഷബീർ, അതുപോലെ തന്നെ നമ്മൾ യാത്രയപ്പ് നടത്തുന്ന നമ്മുടെ അധ്യാപകർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇതിന് സഹായ സഹകരണങ്ങൾ ചെയ്ത് തന്ന
നമ്മളെ PTA കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു സുഹൃത്തുക്കളെ, നമ്മളിവിടെ രണ്ട് കാര്യമാണ്. നമ്മളെ വാർഷികം, അതോടൊപ്പം നമ്മളെ സ്കൂളിലെ ഏറ്റവും നല്ല രണ്ട് അധ്യാപകർ. പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരു നല്ലൊരു പുസ്തകം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് നാസർമാശ് പറഞ്ഞു ഒരു 8 മിനിറ്റ് കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ അടി കിട്ടും എനിക്ക് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ 5 മാഷുമാരെ വിരമിക്കൽ ചടങ്ങാണിത്. അവരുടെ ശിഷ്ടജീവിതം നന്നായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് ബരീന ടീച്ചർ, ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച പ്രിയ സുഹൃത്ത് ഷബീർ, ഉദ്ഘാടനം ചെയ്ത KPM മജീദ് MLA, ഉപഹാര സമർപ്പണം ചെയ്ത ശ്രീമതി സുബൈദ ടീച്ചർ, ചെയർപേഴ്സൺ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി, ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സംസാരിച്ച നിങ്ങളുടെ പ്രിയങ്കരായ ഹെഡ് മാസ്റ്റർ അബ്ദുൽ കരീം സാർ, ശ്രീമതി ബീന ടീച്ചർ, ശ്രീമതി മറിയം ടീച്ചർ, മനോജ് സാർ, നദീർ ടീച്ചർ, ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച കൗൺസിലർമാരായ ശ്രീമതി ഹസീബ റഹൂഫ്, ശ്രീമതി റംലത്ത് അമാനദ, ശ്രീമതി ഫസ്ലിൻ ഫാരിസ, ശ്രീ ഇസ്ഹാഖ് നല്ലയിടത്ത്, നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ MA തങ്ങൾ, ഈ സംഘം പ്രസിഡന്റ് PP കോയ ഹാജി, സെക്രട്ടറി PP ഹസൻ ഹാജി, മുഹമ്മദ് അലി മാസ്റ്റർ, MTA പ്രസിഡന്റ് ഷെരീഫ, PTA വൈസ് പ്രസിഡന്റ് നൗഫൽ, ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി നജീബ്, SRG കൺവീനർമാരായ KK ഷൗക്കത്ത് അലി, T സരിത ടീച്ചർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയങ്കരായ ഞങ്ങളുടെ PTA മെമ്പർമാർ, MTA ഭാരവാഹികൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഒരു മാസമായി ഈ പരിപാടിയുടെ വിജയത്തിനായി ഊണും ഉറക്കും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങൾ പ്രിയങ്കരായ PTA MTA സ്റ്റാഫ് പ്രതിനിധികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അധ്യക്ഷൻ്റെ സമ്മതത്തോടുകൂടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.